എല്ലാവർക്കും നല്ല ഒരു ദിനം നേരുന്നു. മീഡിയ പ്രവർത്തകർക്കും വിശിഷ്ട വ്യക്തിയായിട്ട് ഇവിടെ ഉള്ള ഏറ്റവും പ്രിയങ്കരനായ വിനയ സാറിനും ബാക്കി എല്ലാ സുഹൃത്തുക്കൾക്കും മീഡിയ പ്രവർത്തകർക്കും എല്ലാവിധ ആശംസകൾ നേരുന്നു. ഈ സിനിമയുടെ സംവിധായകൻ ബെയിനി എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. ഞാൻ അധികം അസോസിയേറ്റായിട്ട് സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ഒരാളാണ്. ഇപ്പം എൻ്റെ പണി എന്താണെന്ന് പറഞ്ഞാൽ രാവിലെ ഒരു ഷർട്ട് എടുത്ത് തയ്ക്കുക, പാൻറ് എടുത്ത് തയ്ക്കുക, ഒരു സിനിമയുടെ പൂജയ്ക്ക് പോവുക, ഉച്ചയ്ക്ക് വീട്ടിൽ പോയി ഊണ് കഴിക്കുക, വൈകുന്നേരം വേറെ സിനിമയുടെ പൂജയ്ക്ക് വരിക. ആ സിനിമയിൽ അഭിനയിക്കാനൊന്നും കളിക്കുന്നില്ല, ഇങ്ങനെ പൂജയ്ക്ക് പോവുക, കാശ് കൊടുത്ത് കാറിന് പെട്രോൾ അടിച്ച് പൂജയ്ക്ക് പോവുക എന്നുള്ള പരിപാടി മാത്രമാണ് എൻ്റെ പരിപാടി. പക്ഷെ അതൊന്നും പ്രശ്നമല്ല. വളരെ അടുത്ത സുഹൃത്തുക്കളുടെ ഉബൈനെയൊക്കെ സിനിമ ചെയ്യുമ്പോൾ എന്നെ ഇല്ലാത്ത സിനിമ ചെയ്യില്ല എന്ന് പറഞ്ഞ ആളാണ് ഉബൈൻ. ഇല്ല ഞാൻ പറഞ്ഞേക്കില്ല. ഉബൈനെ ഇവിടെ ഇങ്ങനെ പ്രസംഗിച്ചത്. ഉബൈനക്ക് നിൽക്കക്കള്ളില്ല. അപ്പോ ഉബൈന് നല്ല സംവിധായകനാകും, നല്ല സിനിമ ചെയ്യുമെന്നൊക്കെ എനിക്ക് ഉബൈനയുടെ ഉത്സാഹം കണ്ടപ്പോൾ പിന്നെ കൂടെ സിനിമ ചെയ്തപ്പോൾ മനസ്സിലായതാണ്. എന്തെങ്കിലും സിനിമയിൽ വരും, സിനിമയോടുള്ള പാഷനും കാര്യങ്ങളൊക്കെ മനസ്സിലായതാണ്. ഉബൈനയുടെ ഈ സിനിമയ്ക്കും ഉബൈനയുടെ കൂടെ നിൽക്കുന്ന നിർമ്മാതാക്കൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും അതിൻ്റെ ടെക്നീഷ്യനും ഈ സിനിമയ്ക്കും ശുക്രൻ ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നൽകുന്നു. നന്ദി. സിനിമയുടെ രക്തബന്ധുക്കളെ, ഇന്ന് ഉബൈനിയുടെ ദിവസമാണ്. നമ്മൾ വേറൊന്നും തള്ളിയിട്ട് കാര്യമില്ല. ഉബൈനിയെ ഞാൻ ആദ്യം കാണുന്നത് വിനയ് സാറിന്റെ 19ാം നൂറ്റാണ്ടെന്ന് പറയുന്ന സിനിമയിൽ ഒരു 10,000 ജൂനിയർ ആർട്ടിസ്റ്റുകൾ. 19ാമത്തെ നൂറ്റാണ്ടാണ്. അന്ന് മാർമറക്കൽ സമരമൊക്കെ നടക്കുകയാണ്. വസ്ത്രം പോലും ഇല്ലാതെ സ്ത്രീകൾ നടക്കേണ്ട ഒരു അവസ്ഥ. ആ കാലഘട്ടത്തിൽ ഒരുപാട് ഭടന്മാരിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ സാറ് ബ്രേക്ക് പറഞ്ഞ ഉടനെ തന്നെ പലരും ഗ്ലാസ് എടുത്ത് കൊടുക്കും, ചിലർ മാസ്ക് കൊടുക്കും. പിന്നത്തെ ഷോട്ടിൽ കാണുമ്പോൾ ഈ നൂറ്റാണ്ടിലുള്ള ആൾക്കാരായിട്ട് കാണുന്നത് ചിലർക്ക് പല്ലിൽ കമ്പി ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈ പല്ലിലുള്ള കമ്പിയും ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഫ്രെയിമിന് ഭയങ്കരമായിട്ട് ബാധിക്കും. ഇതെല്ലാം വളരെ മൈന്യൂട്ടായിട്ട് കണ്ടുപിടിക്കുന്ന ഒരാളായിരുന്നു ഈ ഉബൈനി. അന്ന് ഞാൻ ഉബൈനിയെ ശ്രദ്ധിച്ചതാണ്. പട്ടിപ്പണി എടുക്കണം എന്ന് പറഞ്ഞ് നാം കണ്ടിട്ടുള്ളത് സിനിമയില് സുഖസൗകര്യവും തരും, പക്ഷെ യഥാർത്ഥത്തിൽ പട്ടിപ്പണി എടുത്തിട്ടുള്ള ഉബൈനിയെ ഞാൻ അവിടെ കാണുന്നു. അതിനുശേഷം ഞാൻ കാണുന്നത് ഷീലു അബ്രഹാം പ്രൊഡ്യൂസ് ചെയ്ത ബാഡ് ബോയ്സ്. അതിൽ എനിക്ക് വലിയ സ്പേസ് ആണ് തന്നത്. അതിലും ഉബൈനി ഒരു സിനിമ സംവിധാനം ചെയ്ത് കഴിഞ്ഞിട്ടും അവിടെ ഒരു ഡയറക്ടറിന്റെ കീഴിൽ അസോസിയേറ്റ് ആയിട്ട്, അവിടെ ഒരു ഡയറക്ടറിന്റെ പവർ കാണിക്കാതെ അസോസിയേറ്റ് ആയിട്ട് എന്ന് വർക്ക് ചെയ്യുന്ന സത്യസന്ധനായ സിനിമയെ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനെ, ഒരു കലാകാരനേക്കാൾ കൂടുതൽ ഒരു മനുഷ്യൻ, എല്ലാവരെയും ഒരേപോലെ നോക്കുന്ന ഒരു മനുഷ്യനെയാണ് കണ്ടത്. ഇത്രയും തള്ളിയ പോലെ ഉബൈനി ഇന്ന് ഉബൈനി പുണ്യാവനാവുന്ന ദിവസമാണ്. ഇങ്ങനൊരു ദിവസം നമുക്ക് കിട്ടൂല. അപ്പോ അന്നുണ്ടായിരുന്ന എല്ലാവരും ഇവിടെ ഉണ്ട്. എല്ലാവരും അടുത്ത സുഹൃത്തുക്കളാണ്. ഒരുത്തരെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല. ഇതിന്റെ ഭാഗമാകാൻ വേണ്ടി ഈ ക്ലാപ്പ് എന്ന് പറയുന്ന ഈ പരിപാടിക്ക് എന്നെ വിളിക്കുമെന്ന് ഞാൻ ഞെട്ടിപ്പോയി. കാരണം അതിനേക്കാളൊക്കെ എത്രയോ വലിയ ആൾക്കാർ. കാരണം നമ്മൾ മുൻനിരയിലാണ് ഇരിക്കുന്നതെങ്കിലും രാജീവ് ആലിങ്കലിനെ പോലത്തെ എഴുത്തുകാര്, വർമ്മ സാറിനെ പോലുള്ള എഴുത്തുകാര്, അവരൊക്കെ വേദിയിൽ ഇരുത്തേണ്ടതാണ്. പക്ഷെ നമുക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന പറയുമ്പോൾ അവിടെ ഇരുന്നു പോകും. പിന്നെ എല്ലാവരും വിളിച്ച് മുന്നിലിരുത്തിയ ഞാൻ ഏറ്റവും കാക്കിപ്പോയിരിക്കേണ്ടി വരും. പക്ഷെ അതുകൊണ്ട് ഒരു ബഹുമാനപൂർവ്വം കൊണ്ടല്ല, നമുക്ക് കിട്ടുന്ന സ്ഥലം അവിടെ വന്നിരുന്നെന്നുള്ള ഒരുപാട് പ്രഗത്ഭരാണ് ഇവിടെ ഉള്ളത്. എല്ലാം കഴിവുള്ള ആൾക്കാരാണ്. ആരെയും കുറച്ചായിട്ട് കാണാൻ പറ്റില്ല. അപ്പൊ എല്ലാവർക്കും നന്മ വരട്ടെ. ശുക്രൻ എന്ന് പറയുന്നതിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് നല്ല സമയം എന്നുള്ളത്, അറബിയിൽ പറയുന്ന താങ്ക്സ് എന്ന് പറയുന്നത്. അപ്പൊ രണ്ടും വളരെ പോസിറ്റീവായിട്ടുള്ള വേർഡാണ്. ഇത്രയും പേര് കണ്ടാൽ മതി ഈ സിനിമ വിജയിക്കാൻ. പല തിയേറ്ററുകളിൽ ഇത്രയും പേര് പോലും ഇല്ല. അപ്പോ
നമ്മൾ ആവശ്യപ്പെടുന്നത് ഇത്രയും പേരുടെ സാന്നിധ്യം, നിങ്ങളുടെ സുഹൃത്തുക്കളുടെ സാന്നിധ്യം, നിങ്ങളുടെ ബന്ധുക്കളുടെ സാന്നിധ്യം ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു. നല്ലത് വരട്ടെ എല്ലാവർക്കും. താങ്ക് യു വെരി മച്ച്.